Hi friends, welcome back. ഒരു നല്ല ഫോൺ, അതായത് സാംസങ്ങിൻ്റെ S23 അല്ലെങ്കിൽ S23 പ്ലസ് പോലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ഫീലുള്ള ഒരു ഫോൺ അതിൻ്റെയൊക്കെ പകുതി വിലച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. എന്തായാലും ആ രീതിയിലുള്ള ഒരു ഫോണാണ് ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത്, ഗാലക്സി A54. എന്തായാലും ഇതിൻ്റെ ലുക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് കാണാം. റിയർ സൈഡിൽ ആ ക്യാമറ മോഡുകളൊക്കെ കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ S23യുടെ ഒരു ലുക്കും കാര്യങ്ങളും വെച്ച് നോക്കി കറക്റ്റ് ഏകദേശം മാച്ച് ആവുന്നില്ലേ? അതേ സ്റ്റൈലിലുള്ള ഒരു ക്യാമറ മോഡ്യൂളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ഒരു ഡിസ്പ്ലേയുടെ ലുക്കും ഏറെക്കുറെ അതേപോലെ തന്നെ. സോ ഡിസൈൻ വൈസ് ഒരു നല്ല ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ ഫീല് തരുന്ന ഒരു ഡിസൈനാണ് സാംസങ് ഈ ഗാലക്സി A54 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബോക്സിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞില്ല എന്ന് വേണ്ട. ഇപ്പോഴെല്ലാം ബോക്സിൽ അൺബോക്സ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, എങ്കിലും ഒന്ന് കാണിച്ചു തരാം. കുറച്ച് ഡോക്യുമെന്റേഷൻ, ഒരു കേബിള്, സിം ടൂള്, അത്രയേ ഉള്ളൂ. അപ്പോൾ തിരിച്ച് ഫോണിലേക്ക് വരാമല്ലോ. കാണാൻ മാത്രമല്ല സ്പെക്കും വലിയ കുഴപ്പമില്ല. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നു. IP67 റേറ്റിംഗ് ഉണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുണ്ട്. ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കണം, ജസ്റ്റ് ഒന്ന് കേട്ടോളൂ. കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിരിക്കുന്നു. ഓവറോൾ നന്നായിരിക്കുന്നു ഈ ഫോൺ. ഓസം ഗ്രാഫൈറ്റ്, ലൈം, വയലറ്റ് അങ്ങനെയുള്ള കളറുകളിൽ കിട്ടും. നിങ്ങൾക്ക് താല്പര്യമുള്ളത് നോക്കി ചൂസ് ചെയ്യാം. എന്തായാലും ഡിസൈനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഡിസ്പ്ലേ 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. മുമ്പത്തെ വെർഷനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്റർ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. 1000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സൺലൈറ്റ് വിസിബിലിറ്റിക്കൊന്നും ഒരു ഇഷ്യൂ ഇല്ല. എന്തായാലും വേറെ ലാഗും കാര്യങ്ങളൊന്നും അല്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. കളറും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. യൂട്യൂബിൽ HDR വീഡിയോ കാണാം. നെറ്റ്ഫ്ലിക്സിലും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ നോൺ ഒന്ന് കാണിക്കുന്നു, ബട്ട് ഒരു പക്ഷേ വരുന്ന സമയങ്ങളിൽ സെറ്റ് ആവുമായിരിക്കാം. ഓവറോൾ ഗുഡ് ഡിസ്പ്ലേ ക്വാളിറ്റിയും ഈ ഒരു ഫോണിനുണ്ട്. ഡിസൈൻ, ഡിസ്പ്ലേ രണ്ടും നന്നായിരിക്കുന്നു എന്ന് സാരം. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറയാണ്. നല്ല ക്വാളിറ്റിയിൽ ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ലൈറ്റിലെ ഒരു സെൽഫി ഇമേജുകൾ കണ്ടു നോക്കൂ. 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയുടെ ഇമേജുകൾ നൈറ്റ് സിറ്റുവേഷനുകളിൽ നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. മെയിൻ ക്യാമറയുടെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നൈറ്റിലേക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ക്വാളിറ്റിയും ഒട്ടും തന്നെ മോശമല്ല. മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. നല്ല ലൈറ്റ് ഉള്ള ഒരു സിറ്റൗട്ടിലെ ഒരു ബൾബിന്റെ ലൈറ്റ് ആണുള്ളത്. ബട്ട് ആ ഒരു ലൈറ്റിൽ, ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഒപ്പം തന്നെ മൈക്കിന്റെ ക്വാളിറ്റിയും ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇത് ഫ്രണ്ട് ക്യാമറയുടെ 4K 30 FPS വീഡിയോ ക്വാളിറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഈ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ തരിക. എങ്ങനെയുണ്ട്? എന്തായാലും നൈറ്റോഗ്രാഫി ഒക്കെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതായത് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ അവർ പറയുന്ന കാര്യമാണത്, നൈറ്റോഗ്രാഫി. അതൊക്കെ ഈ A സീരീസ് ഫോണിലും വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്നത്. ഡേ ലൈറ്റിൽ പിന്നെ പറയാനില്ല, ഓൾറെഡി നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇമേജുകളൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 12 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയുടെ ഇമേജും അത്യാവശ്യം നല്ല റിസൾട്ടാണ് തരുന്നത്. വീഡിയോ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന തരത്തിൽ നല്ല സ്റ്റേബിളായ 4K വീഡിയോ നിങ്ങൾക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാം. ഈ രീതിയിലുള്ളൊരു ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുക. സെൽഫി ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി ഒട്ടും തന്നെ മോശമല്ല. പിന്നെ മൊത്തത്തിൽ ഈ ക്യാമറയുടെ കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. കാരണം എനിക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ബാറ്ററി ലൈഫിലൊന്നും ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. അതായത് നല്ല ഒരു ദിവസത്തെ കൂടിയ ഒരു ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ചാർജർ ബോക്സിലില്ല, വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങണം. ഇനി ഇതിന്റെ പെർഫോമൻസ്, Exynos 1380 എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു പ്രൊസസ്സറാണ്. ഒരു സാംസങ് ഫോണിൽ ഇത്രയും ഫീച്ചറുകൾ ഉൾപ്പെടുന്ന ഒരു ഫോണിൽ നമുക്ക് ഒരു കാഷ്വൽ യൂസിന് വേണ്ടുന്ന എല്ലാ പെർഫോമൻസും ഉണ്ട്. അത്യാവശ്യം ഗെയിമും കളിക്കാം, ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. പക്ഷേ ഗെയിമിംഗ് ഫോൺ ഇതാണ് എന്നൊന്നും ഞാൻ പറയില്ല. കാരണം അവിടെ ഒരുപാട് ഗെയിമിംഗ് ഫോണുകൾ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി പവറിൽ നമുക്ക് കിട്ടാനുണ്ട്. ബട്ട് ഈ ഒരു ഫോണിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് നോർമൽ യൂസിനും അത്യാവശ്യം ചെറിയ ഗെയിം കളിക്കാനൊക്കെ നല്ല പെർഫോമൻസ് ആണ്, ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഒരു നല്ല കാര്യം, 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്. ഓൾറെഡി ആൻഡ്രോയിഡ് 13 വരുന്നത്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുന്നുണ്ട്. സോ അത് തീർച്ചയായിട്ടും ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്. നോക്ക് സെക്യൂരിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. സെക്യൂർ ഫോൾഡർ പോലുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. ടോട്ടലി സേഫ് ആയിട്ട് 4-5 വർഷം ഉപയോഗിക്കാം. പിന്നെ കോൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ആ വോയിസ് ഫോക്കസ് പോലുള്ള ഫീച്ചറുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പ് കോളോ അങ്ങനെയുള്ള കോളുകളൊക്കെ ചെയ്യുമ്പോൾ വോയിസ് ഫോക്കസ് ഉപയോഗിക്കുമ്പോൾ കുറെ കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് നമ്മുടെ ഓഡിയോ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ സാധിക്കും. അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. ഇന്ത്യക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കസ്റ്റമൈസ് ചെയ്തൊക്കെയാണ് ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നന്നായിരിക്കുന്നു. 1500-ൽ പരം ടച്ച് പോയിന്റുകൾ സർവീസ് സെന്ററുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സർവീസ് ഓൾറെഡി ഇവർ തരുന്നുണ്ട്. അത് ഞാൻ മുമ്പത്തെ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നല്ല സർവീസാണ്. സോ ആ കാരണം കൊണ്ടും നിങ്ങൾക്ക് ഈ സാംസങ് എന്ന ബ്രാൻഡിനെ ചൂസ് ചെയ്യാം.
എന്തായാലും നിങ്ങളുടെ അവിടുത്തെ സർവീസ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായും ഷെയർ ചെയ്യുക. One UI 5.1 ഇതിപ്പോൾ വരുന്നത്. 4 വർഷത്തെ മെയിൻ OS അപ്ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെർഷനുകൾ നമുക്ക് ഇനിയും കിട്ടാനുണ്ട്. ഇനി ഇതിന്റെ പെട്ടെന്നൊരു ഓവർവ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. താഴെ മൈക്രോഫോൺ, അതേപോലെ ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺ, പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടോപ്പിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് വരുന്നത്. സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോണും കാണാം. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ, ഫ്ലാഷ് ലൈറ്റ്, സാംസങ് ബ്രാൻഡിംഗ്, ഫ്രണ്ടിൽ 5 ഹോൾ ക്യാമറ അടങ്ങുന്ന ഡിസ്പ്ലേ. ഇതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസറുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നൈസ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇതിലെ ഹാപ്റ്റിക് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. ഒരു പ്രീമിയം ഹാപ്റ്റിക് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ സാംസങ് വാലറ്റ് പോലുള്ള സംഗതികളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. കാർഡ്ലെസ് പേയ്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാം. NFC ഒക്കെ ഉണ്ടെന്ന് സാരം. Wi-Fi 6 പോലുള്ള കാര്യങ്ങളുണ്ട്. 8GB RAM 128GB സ്റ്റോറേജ് ഉണ്ട്. 8GB RAM 256GB സ്റ്റോറേജ് ഉണ്ട്. റാമിൽ RAM പ്ലസ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. സോ ഒരു 4GB കൂടി സ്റ്റോറേജിന് അടുത്ത് RAM ആക്കി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നൈസായിട്ട് ഉപയോഗിക്കാം. പിന്നെ കൂട്ടത്തിൽ ഇതൊരു 5G ഫോണാണ്. ഇഷ്ടംപോലെ 5G ബാൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിലൊന്നും വറീഡ് ആവേണ്ട ആവശ്യമില്ല. സോ ടോട്ടലി ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് തരുന്ന, എന്നാൽ അത്രയും വിലയില്ലാത്ത 35-40 രൂപയ്ക്ക് തന്നെ കിട്ടാവുന്ന ഒരു നല്ല സാംസങ് ഫോണാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും ടോട്ടലായിട്ട് ഇത് ആർക്കുള്ളതാണ്, ആരെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A53 എന്ന ഫോൺ ഇതിന്റെ മുൻപത്തെ വെർഷൻ എടുത്തിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് സാംസങ് ഒരു നല്ല കാര്യം ചെയ്തു എന്ന് പറയാം. അതായത് അത് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് മാറിയില്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു വിഷമവും തോന്നില്ല. അതായത് അതിന് മാത്രമൊന്നും ഇല്ല. ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നത് എന്തായാലും ഒരു ഫോൺ എടുക്കുന്നവരെ സംബന്ധിച്ച് നല്ല ഫീലിംഗ് തരും. എല്ലാ അപ്ഡേഷനും പുതിയ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഓരോന്നും അപ്ഗ്രേഡ് ചെയ്യണം. നമ്മുടെ കാശ് ഓരോ തവണയും പോകും. പക്ഷേ ഇത്തവണ അതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ പുതിയ ഫോൺ എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും A53 എടുക്കേണ്ട. പകരം അപ്ഡേറ്റഡ് ആയ A54 തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൽ ബെറ്റർ ആയ പുതിയ സ്റ്റൈലുള്ള ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബെറ്റർ ബ്രൈറ്റ്നസ് ഉണ്ട്. ക്യാമറയിലും സ്ലൈറ്റ്ലി ബെറ്റർ ആയ കാര്യങ്ങൾ കാണാനുണ്ട്. പെർഫോമൻസും ഇംപ്രൂവ്ഡ് ആണ്. ഒരു വർഷത്തെ കൂടുതൽ, അതായത് 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 1 വർഷത്തെ കൂടിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും, ഇത്രയും കാര്യങ്ങൾ ബെറ്റർ ആയിട്ടുള്ളത് കൊണ്ട് ഒരു പുതിയ ഫോൺ എടുക്കാൻ പോകുന്നവർ തീർച്ചയായിട്ടും A54 എടുക്കുക. 53 കയ്യിലുള്ളവർ അതിൽ തന്നെ നിന്നാലും മതി. വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇനി ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 8GB RAM 128GB സ്റ്റോറേജിന് 38,999 ആണ്. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ബാങ്ക് ക്യാഷ് ബാക്ക് 3000 രൂപ കിട്ടും. അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ബോണസ് ഒരു 2500 രൂപ റേഞ്ചിലൊക്കെ എക്സ്ചേഞ്ച് ബോണസ് കിട്ടും. സോ നെറ്റ് എഫക്റ്റീവ് പ്രൈസ് 35,999 ആയിരിക്കും. പിന്നെ പ്രീ ബുക്ക് ചെയ്യുന്ന, അതായത് പ്രീ റിസർവ് ചെയ്യുന്ന ആൾക്കാർക്ക് ബഡ്സ് ലൈവ് 999 രൂപ കിട്ടും. സോ താല്പര്യമുള്ളവർക്ക് പ്രീ റിസർവും ചെയ്യാവുന്നതാണ്. A34 എന്ന് പറയുന്നത് ഇതിന്റെ കുഞ്ഞനെയും കൂടി ഉണ്ട്. അതിന് 30,999 ആണ് പ്രൈസ്. ഇതേപോലെയുള്ള ഓഫറുകളൊക്കെ കഴിച്ച് 27,999 അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ടോട്ടലി ഇങ്ങനെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള എന്റെ എക്സ്പീരിയൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.